സമയം കളയരുത്. ഇതിരുന്ന് പ്രാർത്ഥിക്കണം, അന്ന് മുഴുവൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പരമാവധി കൃപ കിട്ടും. ഹല്ലേലൂയാ. പരമാവധി കൃപ സമ്പാദിച്ച് ഈ ആഴ്ചയിൽ ഈസ്റ്ററിന് നമുക്ക് തുള്ളിച്ചാടാൻ പറ്റും. മൂന്നാമത്തെ ദിവസം യേശു എന്ത് ചെയ്തു? മൂന്നാമത്തെ ദിവസമാണ് യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നത്. ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം, ദൈവമേ, പ്രബോധനം സ്വീകരിക്കുന്നതിന് ഞാൻ മടി കാണിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കാൻ. കർത്താവ് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ, വചനം വായിക്കാൻ, വചനം പഠിക്കാൻ, ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ, വിശുദ്ധ കുർബാനയെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് പഠിക്കാൻ, ഇതൊക്കെ പഠിക്കാൻ ഞാൻ ഒത്തിരി മടിയാണ്. സ്കൂളിലെ പഠിത്തമല്ല, ആത്മീയ പ്രബോധനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ട്. അതിനെന്നോട് മാപ്പ് തരണം. എന്നിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയണം. ഈ ഒരു വചനമുണ്ട് ഇങ്ങനെ, അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അങ്ങനെ ഒരു വചനമുണ്ട്. ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ഈ ജീവിതത്തിൽ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. എന്നാണ് പ്രാർത്ഥിക്കണ്ടേ? ചൊവ്വാഴ്ച ദിവസം. അതായത് ദൈവമേ, പ്രബോധനം സ്വീകരിക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. എത്ര ദിവസം ബൈബിൾ വായിക്കാതിരുന്നിട്ടുണ്ട്? ബൈബിൾ വായിച്ചെങ്കിൽ തന്നെ വായിച്ചത്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അച്ഛൻ പള്ളിയിൽ കുർബാനയ്ക്ക് വായിച്ചത് ചോദിച്ചാൽ എത്ര പേര് പറയും? അപ്പോൾ പ്രബോധനം സ്വീകരിക്കുന്നതിന് മടി കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി അടുത്ത പ്രാർത്ഥിക്കണം, കർത്താവേ, അവർ ദൈവത്തെ, ഏതാണ് വചനം? അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അതാണ് വചനം. അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. കർത്താവേ, അങ്ങ് ഞാൻ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും എന്നെ പഠിപ്പിക്കണമേ. ഇത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും അങ്ങനെ പഠിപ്പിക്കണമേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, നമുക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവും. ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യം ഉണ്ടാവും. എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ ദൈവിക സത്യങ്ങൾ ഉണ്ടെങ്കിൽ. നമുക്ക് കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടത്തില്ല. എന്നാ സംഭവിച്ചാലും ഭയപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം പഠിപ്പിക്കണം. അതല്ല,